നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതാ പ്രത്യേകം ചോദിക്കായിരുന്നത്. യാമിനി, നീ ചെന്ന് നിധിയോടും ഗോപിയോടും ഇവര് വന്നെന്ന് പറച്ചല്ലേ? ശരി, എല്ലാവരും വാ, വിശേഷങ്ങളൊക്കെ അകത്തിരുന്ന് സംസാരിക്കാം. വാ. ചേച്ചി. എന്താ മോളെ? ചേച്ചി ഒന്ന് വന്നേ, ഞാനൊരു സർപ്രൈസ് കാണിച്ചു തരാം. എന്ത് സർപ്രൈസ്? നേരത്തെ പറഞ്ഞത് എങ്ങനെ സർപ്രൈസ് ആവാ? ചേച്ചി വാ. എനിക്ക് അത്യാവശ്യമായിട്ട് ഈ ജോലി തീർത്ത് മെയിൽ അയക്കണം. നീ കാര്യം എന്താന്ന് വെച്ചാ പറ. എന്റെ ചേച്ചി, ഈ സർപ്രൈസ് കണ്ടാലേ ചേച്ചി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. ജോലി ചെയ്യാനും മെയിൽ അയക്കാനും ഒക്കെ എനർജി കൂടും. ഓ, അത്തരം സർപ്രൈസുകളൊന്നും ഈ ജീവിതത്തിൽ ഇനി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ചേച്ചിയുടെ അമ്മയും നിഖിലേട്ടനെയും കണ്ടാ എങ്ങനെ ഉണ്ടാവും? അവര് വന്നിട്ടുണ്ട്. സത്യാണോ? ഞാൻ എന്തിന്റെ കള്ളം പറയണം? ചേച്ചി വന്ന് നോക്ക്. ആഹാ, ഇരിക്കൂ ഇരിക്കൂ. നമ്മളൊക്കെ ബന്ധുക്കളല്ലേ, ഇത്തരം ഉപചാരങ്ങളുടെ ആവശ്യമൊന്നുമില്ല. അമ്മേ, മോളെ, അമ്മേ. മതി രണ്ടാളും കരഞ്ഞത്. അമ്മ ഇരിക്കട്ടെ നിധി. അമ്മ ഇരിക്കെ. വേണ്ട, ഞാൻ നിന്റെ കൂടെ നിന്നോളാം. പിന്നെ അശോക, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഞങ്ങള് വന്നത് ഗൗതമിനെ നിധിയും വീട്ടിലേക്ക് ക്ഷണിക്കാനാ. അങ്ങനെ ക്ഷണിക്കേണ്ട ആവശ്യമുണ്ടോ? എപ്പോഴായാലും രണ്ടു കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വരാനോ? ഒക്കെ ശരി തന്നെ. എന്നാലും ഞങ്ങളുടേതായ രീതിയില് ആ ചടങ്ങ് നടത്തണമെന്ന് ഒരു ആഗ്രഹം തോന്നി. അതിനെന്താ, എല്ലാം നല്ലത് തന്നെ. ചായ എടുക്കാൻ ജോലിക്കാരിയോട് പറഞ്ഞില്ലേ? ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. അമ്മാവാ, ആ ഫ്രൂട്ട്സ് സീഡ്സ് ഒക്കെ എടുത്തു കൊടുക്ക്. ഞാനതങ്ങ് മറന്നു. എടുക്ക. ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് ഇത് വാങ്ങണം. ഹേയ് വസു, അയ്യോ, ആന്റി എന്തായി കാണിക്കുന്നേ? വീട്ടിൽ വരുന്നവരോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? വന്നത് കോർപ്പറേറ്റ് ബിസിനസ്സുകാരൊന്നും അല്ലല്ലോ, ഏതോ കോളനിയിൽ കിടക്കുന്ന ഐറ്റംസ് അല്ലേ. ഇങ്ങനെ പരിഹസിക്കരുത് മാഡം. ഞങ്ങള് മോളെയും മരുമോനെയും വിരുന്നിന് ക്ഷണിക്കാൻ വന്നതാ. എന്തോ കേട്ടില്ല. ഇത്രയും ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിലേ ചെവിക്ക് എന്തേലും തകരാറ് കാണും. ആ, എല്ലാവരും കൂടി എന്നെ അപമാനിക്കാൻ വേണ്ടിയാണോ ഇങ്ങോട്ട് വന്നത്? ഇവർ ആന്റി അല്ല, ആന്റി ഇവരെയാണ് അപമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി തർക്കം വേണ്ട. ഇവര് നല്ല കാര്യത്തിന് വന്നതല്ലേ വസു? എന്ത് നല്ല കാര്യം? കുറെ ചീഞ്ഞളിഞ്ഞ ഫ്രൂട്ട്സും കൊണ്ട് വിരുന്നിന് ക്ഷണിക്കാൻ വന്നിരിക്കുന്നു. നാണം കെട്ട വർഗം. ഞങ്ങൾ കൊണ്ടുവന്നത് മോശം ഫ്രൂട്ട്സ് അല്ല, നിങ്ങളൊക്കെ വാങ്ങുന്ന അതേ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് തന്നെയാ ഞങ്ങളും വാങ്ങിയത്. നിഖിലേ, വേണ്ട. അവൻ പറയട്ടെ. ഇവരുടെ പെണ്ണിനെ ഇവിടെ വലിച്ചു കയറ്റിയതിന് ഞാൻ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. ഇങ്ങനൊന്നും ക്രൂരമായി സംസാരിക്കരുത് മാഡം. വിരുന്നിന് വിടാൻ താല്പര്യമില്ലെങ്കിൽ അത് പറഞ്ഞാ മതി. വിരുന്നിന് ക്ഷണിക്കാൻ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീടുണ്ടോ? ആകെയുള്ളത് അമ്മാവന്റെ ചോർന്നൊലിക്കുന്ന ഒരു കൂര. അവിടേക്ക് വിരുന്നുണ്ണാൻ എന്റെ മോൻ വരണോ? വിവാഹം കഴിഞ്ഞ് വിരുന്നിന് വന്നില്ലല്ലോന്ന് അയൽക്കാരൊക്കെ പറയുന്നുണ്ട്. പാവപ്പെട്ടവരാണെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടേതായുള്ള അന്തസ്സില്ലേ? അന്തസ്സോ? ആ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയോ? വീട്ടിൽ വരുന്നവരെ ഇങ്ങനെ അപമാനിക്കരുത് വസു. എന്റെ മകൻ ഇവരുടെ വീട്ടിൽ ചെന്നപ്പോ അപമാനിച്ചു വിട്ടത് ഏട്ടത്തി മറന്നാലും ഞാൻ മറക്കില്ല.
മേഡം എന്താ ഈ പറയുന്നേ? ഗൗതം മോനെ ഞങ്ങൾ അപമാനിച്ചെന്നോ? അവൻ കാലു പിടിച്ച് വിളിച്ചിട്ടും നിങ്ങൾ ഇങ്ങോട്ട് വരാൻ തയ്യാറായോ? ഇല്ലല്ലോ. ഈശ്വരമംഗലത്തേക്കുള്ള ക്ഷണം നിരസിക്കാൻ നിങ്ങൾ ആരാ? കൊച്ചി രാജാവിന്റെ കൊച്ചുമോളോ? ഇവര് പറഞ്ഞിട്ടാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത്. എന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് ഇവരൊരു മനുഷ്യ സ്ത്രീ തന്നെയാണോ? എന്താ നിങ്ങളൊന്നും മിണ്ടാത്തത്? ഉത്തരം മുട്ടിയോ? എന്റെ വീട്ടിൽ വെച്ച് ഗൗതം സാറിനെ ആരും അപമാനിച്ചിട്ടില്ല. മരുമകന് കൊടുക്കേണ്ട എല്ലാ മര്യാദയും കൊടുത്തിട്ടാ അമ്മ വരുന്നില്ല എന്ന് അറിയിച്ചത്. എന്നാലും അങ്ങനെ പറഞ്ഞത് അവന് വല്ലാതെ ഫീൽ ചെയ്ത് കാണും. അമ്മ എന്നും ഉണ്ടായിരുന്നേ. അമ്മ വരുന്നില്ലെന്ന് പറഞ്ഞത് ഈ വീട്ടിൽ താമസിക്കുന്നത് മര്യാദ അല്ലാന്ന് തോന്നിയിട്ടാണ്. പിന്നെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നത്? ഗൗതം വിളിക്കുമ്പോ വന്ന നിങ്ങൾക്ക് അധികാരം സ്ഥാപിക്കാൻ കഴിയില്ലല്ലോ. ഈ വീട്ടിലെ ഒരു മൂലയ്ക്ക് ഒതുങ്ങുമെന്ന് നിങ്ങൾ ഭയന്നു. എന്നിട്ടിപ്പോ 3 നേരം സദ്യയുണ്ട് സുഖിക്കാൻ വേറെ വഴിയും പിടിച്ചു വന്നിരിക്കുന്നു. മതി ആന്റി, നിർത്ത്. ഇവര് വന്നത് ഇഷ്ടമായില്ലെങ്കിൽ ഞാൻ പറഞ്ഞു വിട്ടോളാം. ഇനി അങ്ങനെ പോകണ്ട. എനിക്ക് പറയാനുള്ളത് മുഴുവൻ കേട്ടിട്ട് ഇവര് പോയാ മതി. നിങ്ങളാണ് എല്ലാത്തിന്റെയും സൂത്രധാരൻ. മണ്ഡപത്തിൽ നിന്ന് 100 പവൻ മോഷ്ടിച്ച് കടന്നു കളയാൻ ശിവാനി ഉപദേശിച്ചത് നിങ്ങളാ. നിധിയെ ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ നിങ്ങളും ജോത്സനും ചേർന്ന് ഗൂഢാലോചന നടത്തി. എന്നിട്ടിപ്പോ പുതിയ അടവുമായിട്ട് ഇറങ്ങിയിരിക്കുക. ആനന്ദരവിള കൊണ്ട് ഗൗതമിനെ മയക്കി എടുത്തു കഴിഞ്ഞാ ഈ കാണുന്ന സ്വത്ത് മുഴുവൻ അനുഭവിക്കാമല്ലോ. അതാണ് ഈ കൂട്ടരുടെ പദ്ധതി. ദൈവത്തിന് നിരക്കാത്തത് പറയരുത് മാഡം. സ്വപ്നത്തിൽ പോലും ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല ഇങ്ങനൊന്നും. പുറമേ എല്ലാവരും പറയുന്ന ഡയലോഗായത്. ഉള്ളിലിരിപ്പ് വേറെയാ. ഞങ്ങളൊന്നും മനസ്സിൽ വെച്ച് പുറമെ മറ്റൊന്നും പറയാറില്ല. ആഹാ, ആ പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ മനസ്സിലൊന്നു വെച്ച് പുറമേ മറ്റൊന്ന് പറയുമെന്നാണോ? നാട്ടു നടപ്പനുസരിച്ച് മോളെയും മരുമകനെയും വിരുന്നിന് ക്ഷണിക്കാനാണ് ഞങ്ങൾ വന്നത്. ഈ കാണുന്ന സ്വത്തുക്കളൊക്കെ നിങ്ങളുടേതല്ലേ, പിന്നെങ്ങനെ അതൊക്കെ ഞങ്ങളുടേതാകും? മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ ദയവായി പറഞ്ഞുണ്ടാക്കരുത്. എന്താ പ്രശ്നം? എന്തിനാ ശബ്ദം ഉയർത്തി സംസാരിക്കുന്നത്? ആ, നീ വന്നോ? ഇവരുണ്ടല്ലോ നിന്റെ ഭാര്യ വീട്ടുകാര്. ഇവരെന്നെ കരുതിക്കൂട്ടി അപമാനിക്കാൻ വേണ്ടി വന്നതാ. നിന്റെ ഭാര്യയുടെ ഈ നിൽക്കുന്ന അമ്മാവനായിരുന്നു ഇത്രയും നേരം പ്രസംഗിച്ചത്. ഇനി അടുത്ത ആള് തുടങ്ങും. ഇങ്ങനെ മനസാക്ഷിയില്ലാതെ സംസാരിക്കരുത് മാഡം. ഗൗതം, ദേ നീ കേട്ടില്ലേ? ഞാൻ മനസാക്ഷി ഇല്ലാത്തവളാണെന്നാ ഇയാള് പറഞ്ഞു വരുന്നേ. അല്ല, പുറത്തുനിന്ന് ഞാൻ കുറച്ച് കേട്ടു. ഞങ്ങളെ വിരുന്നിന് ക്ഷണിക്കാൻ വന്നാണെന്ന് അങ്കിള് പറയുന്നത് കേട്ടു. അതിന് അമ്മ എന്തിനാ ഇത്രയും ശോഭിക്കുന്നത്? എന്നോട് മറുത്തൊരക്ഷരം പോലും പറയാതിരുന്ന നീ എനിക്കെതിരെ തിരിഞ്ഞു അല്ലേ? നീ ഇങ്ങനെയൊക്കെ എന്നോട് പറയാൻ ധൈര്യപ്പെട്ടത് ഇവളുടെ തലയണ മന്ത്രം കൊണ്ടാ. ഇത് തന്നെയാ ഇവളുടെ വീട്ടുകാരുടെ ഉദ്ദേശം.